CPI പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ആഭ്യന്തര വകുപ്പിനെ രൂക്ഷമായി വിമർശിച്ച സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അലൻ ഷുഹൈബ, താഹ ഫസൽ എന്നിവരെ UAPA ചുമത്തി കുടുക്കാൻ ശ്രമിച്ചു. UAPA ചുമത്തി ചെറുപ്പക്കാരെ കുടുക്കുന്നതാകരുത് LDF സർക്കാർ എന്നും ബിനോയ് വിശ്വത്തിന്റെ വിമർശനം. അലനും താഹയും ആ വിഷയം കൊച്ചിലായിരുന്നില്ല. അവർക്ക് രാഷ്ട്രീയമാണ്, ആ രാഷ്ട്രീയം തെറ്റാണ്, നവോത്ഥാന രാഷ്ട്രീയമാണ്. സംസ്ഥാനത്ത് കൊടും കുറ്റവാളികൾക്ക് സംരക്ഷണം കിട്ടുന്നുവെന്ന് CPI രാഷ്ട്രീയ റിപ്പോർട്ട്. കൊടി സുനിയെ പോലുള്ളവർക്ക് ജയിൽ വിശ്രമ കേന്ദ്രം പോലെയാകുന്നു. കാപ്പ, പോക്സോ പ്രതികൾക്ക് രാഷ്ട്രീയ സ്വീകരണം കിട്ടുന്നുവെന്നും വിമർശനം. പോലീസുകാർ അമിത അധികാരം ഉപയോഗിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ ശ്രീരാജ് ബാബുവിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ശ്രീരാജ്, കടുത്ത വിമർശനം തന്നെ ആഭ്യന്തര വകുപ്പ് നേരിട്ടിരിക്കുകയാണ്. സമാനമായ സാഹചര്യങ്ങൾ മറ്റ് പല ജില്ലകളിലെയും സമ്മേളനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, റിപ്പോർട്ടുകളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ അല്പം കൂടി കടന്നുള്ള വിമർശനവും മറ്റു കാര്യങ്ങളുമൊക്കെ റിപ്പോർട്ടിലൂടെ പരാമർശിക്കപ്പെടുന്നു. എന്തൊക്കെയാണ് അതിന്റെ ഉള്ളടക്കം? രൂക്ഷമായ വിമർശനം ആഭ്യന്തര വകുപ്പിനെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദ്ഘാടകൻ പത്തനംതിട്ട CPI ജില്ലാ സമ്മേളനത്തിൽ ഉദ്ഘാടകൻ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമായിരുന്നു. രണ്ട് സംഭവങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ആഭ്യന്തര വകുപ്പിനെതിരെയും അതുപോലെ തന്നെ ജയിലിലെ സംഭവങ്ങളെയും ബിനോയ് വിശ്വം രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. ഒന്ന് പന്തീരങ്കാവ് UAPA കേസ്, അലന്റെയും താഹയുടെയും വിഷയം സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു. രണ്ട് ചെറുപ്പക്കാരെ UAPA ചുമത്തി തുറങ്കിലടയ്ക്കാൻ ശ്രമിച്ചു. അത് അംഗീകരിക്കാൻ കഴിയില്ല, അത് CPI നയമല്ല എന്നായിരുന്നു ബിനോയ് വിശ്വം പറഞ്ഞത്. അത് NDA സർക്കാർ പൊതുപ്രവർത്തകരെയും സാമൂഹ്യ പ്രവർത്തകരെയും അടക്കം തുറങ്കലിലടയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു നിയമമാണ്. അത് കേരളത്തിൽ അത് ഇടതുപക്ഷ സർക്കാർ അത് ചെറുപ്പക്കാരെയും മറ്റ് ആളുകളെയും തുറങ്കലിലടയ്ക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു ഉദ്ഘാടന പ്രസംഗത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ രൂപേഷ്, മാവോയിസ്റ്റ് നേതാവായിട്ടുള്ള CPI മാവോയിസ്റ്റിൻ്റെ നേതാവായിട്ടുള്ള രൂപേഷിൻ്റെ ജയിലിലെ സമരത്തെയും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. പുസ്തകം എഴുതുന്നത് ജയിൽ പുള്ളികളായാൽ പോലും പുസ്തകം എഴുതുന്നതും പുസ്തകം പ്രചരിപ്പിക്കുന്നതും അവരുടെ അവകാശമാണെന്ന് സുപ്രീം കോടതി അടക്കം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിലെ ജയിലിൽ രൂപേഷിനെ പോലെയുള്ള ശരി ശ്രീരാജ്, CPIയുടെ വലിയ രീതിയിലുള്ള വിമർശനം അത് ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിലൂടെ വരികയാണ്.